ഉണ്ടാക്കുന്നവർക്ക്, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് സ്വർഗമില്ല എന്ന് ഇസ്ലാം ലോകത്തോട് പറഞ്ഞു. ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ, ഇസ്ലാം പഠിപ്പിച്ച നന്മകൾ തിന്മകളാണെന്ന് പറയാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. കച്ചവട രംഗത്തെ കൃത്രിമത്വങ്ങൾക്കെതിരെ വളരെ കൃത്യമായി ഇസ്ലാം സംസാരിച്ചു. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാരെ നിങ്ങൾക്ക് നാശം. അളന്നു കൊടുക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ കൊടുക്കണം, അളന്നു വാങ്ങുമ്പോൾ കൃത്യമായി നിങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ നാളെയുടെ ലോകത്ത് നിങ്ങൾക്ക് ശിക്ഷയുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. കാറൽ മാർക്സ് ആയിരിക്കും തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി കടന്നു വന്ന നേതാക്കന്മാരെന്ന് പലരും പറയുന്നതിന് മുമ്പേ, കാറൽ മാർക്സിന്റെ വല്ലുപ്പമാര് ജനിക്കുന്നതിന് മുമ്പേ ലോകത്ത് തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനു വേണ്ടി ഇസ്ലാം സംസാരിച്ചിരുന്നു. കയ്യിൽ തഴമ്പ് പിടിച്ച് കടന്നു വന്ന പ്രവാചകാനുചരന്റെ കൈകൾ പിടിച്ചിട്ട് ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുന്ദരമായി പ്രഖ്യാപിച്ചു, അള്ളാഹുവിനും റസൂലിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ തഴമ്പ് പിടിച്ച കൈകളുണ്ടല്ലോ, ഇതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട കൈകൾ. അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നവനേക്കാൾ ഏറ്റവും സ്ഥാനമുള്ളവൻ മറ്റാരുമില്ലെന്ന് ആ അധ്വാനിക്കുന്നവരുടെ മോചനത്തിനും മോക്ഷത്തിനും വേണ്ടി ലോകത്ത് ഇസ്ലാം സംസാരിച്ചു. നീതിക്കു വേണ്ടി, അനീതിക്കെതിരെ, കൃത്രിമത്വത്തിനെതിരെ, അരാജകത്വത്തിനെതിരെ, വഞ്ചനകൾക്കെതിരെ, തീവ്രവാദങ്ങൾക്കെതിരെ, നിരപരാധികളെ കൊന്നൊടുക്കുന്നതിനെതിരെ വളരെ കൃത്യമായി ഇസ്ലാം സംസാരിക്കുകയുണ്ടായി. അനാഥ മക്കളെ കൊന്നൊടുക്കുന്ന, നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ വർഗീയ കലാപങ്ങൾക്കെതിരെ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ, അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാം ഇസ്ലാം സംസാരിച്ചു. തീവ്രവാദമരുതേ, വർഗീയവാദമരുതേ, കൃത്രിമത്വങ്ങൾ അരുതേ, തമ്മിൽ തല്ലലുകളും തമ്മിൽ കൊല്ലലുകളും കഴുത്തുവെട്ടുകളുകളും പരസ്പരം കൊന്നു തീർക്കലും അരുതേ. വാളും കുന്തങ്ങളും തോക്കും കൈകളിലേന്തിയുള്ള ഈ നരനായാട്ടുകൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇതൊന്നും നമ്മുടെ ജീവിതങ്ങളിൽ പാടുള്ളതല്ല, ഇതൊന്നും ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്നതല്ല. ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് എന്തിനാണ് ആയുധങ്ങൾ? മനുഷ്യന്റെ കഴുത്തുകൾ നെൽക്കതിറുകൾ കൊയ്തെടുക്കുന്ന ലാഘവത്തോടെ കൊയ്തു തീർക്കുന്ന ഈ കരാളമായ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇസ്ലാം അപലപിച്ചു. ഒരിക്കലും ഒരു മുസ്ലിം ഒരു ഹൈന്ദവനെ കൊന്നാൽ, ഒരു ഹൈന്ദവൻ ഒരു മുസ്ലിമിനെ കൊന്നാൽ നഷ്ടപ്പെടുന്നവർക്കൊക്കെ തുല്യവേദനകളല്ല കൂട്ടരെ. ഒരു മുസ്ലിം മകൻ മരിച്ചാൽ മുസ്ലിമായ മകന്റെ ഉമ്മക്ക് സംഭവിക്കുന്ന വേദനയും ഒരു ഹൈന്ദവന്റെ മകൻ മരിച്ചാൽ അവന് സംഭവിക്കുന്ന വേദനയും ഒരേ വേദനയല്ലേ? മുസ്ലിമിന്റെ വേദന സൗഭാഗ്യം നിറഞ്ഞ വേദനയും ഹൈന്ദവന്റെ വേദന സങ്കടം നിറഞ്ഞ വേദനയും. അങ്ങനെ ഒരു വേദനയുണ്ടോ? ഇല്ലല്ലോ. ഇവന്റെ കൈമുറിഞ്ഞാലും അവന്റെ കൈമുറിഞ്ഞാലും പുറത്തു വരുന്ന ചോര, അവരനുഭവിക്കേണ്ട വേദന ഒരേ വേദന തന്നെയല്ലേ? ആ വേദനകൾ എന്തിനാ മനുഷ്യരെ പരസ്പരം അകറ്റാൻ ഉപയോഗിക്കുന്നത്? ഈ പ്രകടനങ്ങളും ഈ റാലികളും ഈ തമ്മിത്തല്ലുകളും പരേഡുകളും നിക്കറും കുറുപടികളും ഇട്ട് കാക്കി ട്രൗസറുകളും ഇട്ട് അങ്ങാടികളിലെ മനുഷ്യ സമൂഹത്തിനിടയിൽ ചിത്രകർത്തകൾ ഉണ്ടാക്കി ജീവിക്കുന്ന മനുഷ്യപ്പിശാചുക്കളോട് അരുതടോ, നിർത്തടോ. എന്തിനാ ഈ ജീവിതം? തമ്മിത്തല്ലി കൊല്ലിത്തന്നി തീർത്തുകൊണ്ടിരിക്കുന്ന ഈ ജീവിതങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ഇസ്ലാം വളരെ കൃത്യമായി ലോകത്തോട് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ കൃത്യമായ സന്ദേശത്തെക്കുറിച്ച് എല്ലാവിധത്തിലുള്ള നന്മകളും ലോകത്തോട് പഠിപ്പിച്ച്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കരുതെന്ന് ലോകത്തെ പഠിപ്പിച്ച ഇസ്ലാം, അയൽവാസി കറുത്തവനാണെങ്കിലും അയൽവാസി വെളുത്തവനാണെങ്കിലും അയൽവാസി മുസ്ലിം ആണെങ്കിലും അയൽവാസി ഹൈന്ദവനാണെങ്കിലും അയൽവാസി ക്രൈസ്തവനാണെങ്കിലും അവൻ പട്ടിണി കിടന്നാൽ അവന് ഭക്ഷണം കൊടുക്കാത്തവൻ വിശ്വാസിയല്ലെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ. RSSകാരൻ മുസ്ലിമിന്റെ അയൽവാസിയായി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കാതെ അവന് മുസ്ലിമല്ലേ എന്ന് പറയുന്ന മുസ്ലിം വിശ്വാസിയല്ലെന്ന് ലോകത്തെ പഠിപ്പിച്ച മതം. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സുന്ദരമായി പറഞ്ഞല്ലോ, അകാരണമായിട്ട് ആളുകളുടെ കഴുത്തെറുത്ത് ആളുകളെ കൊല്ലുന്നവൻ, അകാരണമായിട്ട് മനുഷ്യരെ കൊല്ലുന്നവൻ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും കൊന്നതിന് തുല്യം. അതൊരു മുസ്ലിമിനെ കൊന്നാൽ അവനാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവന് തുല്യം എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ആരെയെങ്കിലും ഒരാളെ അകാരണമായിട്ട് കൊന്നാൽ ലോകത്തുള്ള സർവ്വരെയും കൊന്നതിന് തുല്യമെന്ന് പഠിപ്പിച്ച ഈ മതത്തിന്റെ അനുയായികൾക്ക് നിരപരാധികളെ കൊന്നൊടുക്കാൻ, ട്രേഡ് സെന്റർ തകർത്ത് നിരപരാധികളെ കൊന്നൊടുക്കാൻ, ഒറീസയിലും ഗുജറാത്തിലും അതുപോലുള്ള വ്യത്യസ്തങ്ങളായ നാടുകളിൽ ഒക്കെ ആളുകളെ കൊല്ലാൻ എങ്ങനെ ഈ മതത്തിന്റെ അനുയായികൾക്ക് കഴിയും? മാത്രമല്ല സഹോദരങ്ങളെ, മനുഷ്യരെ കൊന്നാ സന്തോഷിക്കുന്ന ദൈവം അതെന്തൊരു ദൈവ? ഒറീസയിലെ ക്രൈസ്തവരുടെ കഴുത്തെടുത്താൽ സന്തോഷിക്കുന്ന ഒരു ഹൈന്ദവ ദൈവത്തെ ആരാണ് ഇഷ്ടപ്പെടുക? ആർക്ക് വേണം അത്തരമൊരു ദൈവത്തെ? ആർക്ക് ഇഷ്ടപ്പെടാൻ കഴിയും? മനുഷ്യരുടെ കഴുത്തെടുക്കുമ്പോൾ, മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ദൈവത്തെ ആർക്കാണ് ആവശ്യം? ഈ ലോകത്തിന് ആവശ്യമില്ലല്ലോ. മാറാടിന്റെ മണ്ണിൽ
നിരപരാധികളായ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയവർക്കും മാറാടിന്റെ മണ്ണിൽ അതിന് പകരമായി നിരപരാധികളായ ഹൈന്ദവരെ കൊന്നൊടുക്കിയവർക്കും അതിന്റെ പേരിൽ പലായനം നടത്തപ്പെട്ട് വീടുകളിൽ നിന്നും ജനിച്ച നാട്ടിൽ നിന്നും അഭയാർത്ഥികളായി ഓടയം വേണ്ടി വന്ന പാവപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ ആ ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്ക് കാരണക്കാരായവർക്കും എങ്ങനെ ഒരിക്കലും പറയുന്നു അവരാരും മുസ്ലിങ്ങളല്ല, അവരാരും ഇസ്ലാമിന്റെ അനുയായികളല്ല, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഈ തീവ്രവാദത്തിനെതിരെ, ഈ വർഗീയവാദത്തിനെതിരെ, ഈ വിഭാഗീയതകൾക്കെതിരെ, ഈ അന്ധകാരങ്ങൾക്കെതിരെ എല്ലാം ഇസ്ലാം സംസാരിച്ചു. മാത്രമല്ല വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയുടെ വേദഗ്രന്ഥമാണ്. അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു വേദഗ്രന്ഥമല്ല, അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു പുസ്തകമല്ല, അത് ലോകത്തുള്ള മനുഷ്യരാശിക്ക് വേണ്ടി, മനുഷ്യരാശിയെ നന്മയിലേക്ക് വഴി നടത്താൻ ദൈവത്തിങ്കൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥം, മനുഷ്യരാശിക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം, മനുഷ്യരാശിയുടെ മോചനത്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം, മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കാൻ, ആ വേദഗ്രന്ഥത്തെക്കുറിച്ച് അറിയാൻ മുസ്ലിങ്ങൾക്ക് ഏറെ ബാധ്യതകളുണ്ട്, ഏറെ നിർബന്ധമുണ്ട്. കാരണം അവർക്കാണ് ഒന്നാമതായിട്ടത് കടന്നു വന്നത്. അത് പരിചയപ്പെടുത്തി കൊടുക്കൽ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. അത് ആർക്കും വേണ്ടാതെ, വായിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കാൻ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് വിശദീകരിച്ചു കൊടുക്കുക. വീടുകളിൽ, നാടുകളിൽ, അങ്ങാടികളിൽ, എല്ലാ സ്ഥലങ്ങളിലും ഖുർആൻ പഠന ക്ലാസുകൾ ആരംഭിക്കട്ടെ. ആളുകൾ അത് പഠിക്കട്ടെ, ആളുകൾ അത് വായിക്കട്ടെ. എന്നിട്ട് ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ സുന്ദരമായ സന്ദേശം പഠിച്ച് ഇസ്ലാമിന്റെ മൗലികമായ ആദർശത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ സന്ദേശത്തിലേക്ക് ജനങ്ങൾ കടന്നു വരട്ടെ. ഈ ഒരു സന്ദേശമാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അറിവില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത, ജീവിതത്തിൽ വിധിവിലക്കുകൾ എന്തെന്നറിയാത്ത മനുഷ്യർക്ക് മുന്നിൽ ഖുർആനിന്റെ സന്ദേശം, സുന്നത്തിന്റെ സന്ദേശം വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊടുത്തു. എല്ലാ തരത്തിലുള്ള അധമത്വങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ നന്മയിലേക്ക് ഇസ്ലാം തിരിച്ചു കൊണ്ടുവന്നു. മദ്രസകൾ വേണ്ടെന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്നും മദ്രസകളുടെ കണക്ക് പറയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ഈ ജനസമൂഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. യതീഖാനകൾ വേണ്ടെന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്നും യതീഖാനകളുടെ നിർബന്ധിതാവസ്ഥകളിലേക്ക് മുസ്ലിം സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചു കൊണ്ടുവന്നു. അറബിക് കോളേജുകളും കലാലയങ്ങളും ആവശ്യമില്ലെന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്നും ഈ ജനസമൂഹത്തെ അതിന്റെയൊക്കെ നിർബന്ധിതാവസ്ഥകളിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ ഏതേത് നന്മകളുണ്ടോ ആ നന്മകളിലേക്കെല്ലാം മനുഷ്യരാശിയെ മുജാഹിദ് പ്രസ്ഥാനം കൈപിടിച്ചാനയിച്ചു. ഏതേത് തിന്മകളുണ്ടോ ആ തിന്മകളിൽ നിന്നെല്ലാം മനുഷ്യരാശിയെ മുജാഹിദ് പ്രസ്ഥാനം അകറ്റി നിർത്തി. എന്തിനാ? തെരഞ്ഞെടുപ്പിനൊരു വോട്ട് ബാങ്ക് കാണിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിനു വേണ്ടിയല്ല, മറിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ, പടച്ചതമ്പുരാന്റെ കോടതിയിൽ, നാഥന്റെ സന്നിധിയിൽ അല്ലാഹുവേ, നീ തന്ന വായുവും, നീ തന്ന വെള്ളവും, നീ തന്ന ആരോഗ്യവും, നീ തന്ന അവസരങ്ങളും, നീ തന്ന സംവിധാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി ഈ നാട്ടിലെ ജനങ്ങളെ നന്മയുടെ നിറകുടങ്ങളായുന്ന ഒരു ജനസമൂഹമാക്കി പരിവർത്തിപ്പിക്കാൻ ഞങ്ങളിലാവുന്നത് ഒക്കെ ഞങ്ങൾ ചെയ്തു താതാ. ഈ നാട്ടിലെ വീടുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു നാഥാ. ഈ നാട്ടിലെ ജനങ്ങളോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞു നാഥാ. ഈ നാട്ടിലെ ജനങ്ങളോടൊക്കെ ഈ ആദർശത്തെക്കുറിച്ച്